ഹായ് ആദറ. ഹലോ, ഹായ്. ഇപ്പോൾ റെഡ് എഫ് എമ്മിൻ്റെ ഒരു സ്ത്രീശക്തി പുരസ്കാരം. അങ്ങനെ ഈ വർഷത്തെ റെഡ് എഫ് എമ്മിൻ്റെ റെഡ് ശക്തി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് അംഗീകാരം അത് എനിക്കും കിട്ടി. ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനം. അങ്ങനെ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ഇഷ്യൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്ന സമയത്താണ് ഇങ്ങനെ ഇത് മുന്നേ തീരുമാനിച്ചൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് റേറ്റ് വാങ്ങാനായിട്ട് എത്താൻ സന്തോഷം. ഇതിനു മുമ്പൊരു പൂവച്ചൽ ഗാദർ അല്ലേ, ഒരു കുറച്ചധികം അംഗീകാരം ബിഗ് ബോസിന് ശേഷം കിട്ടിയ ഒരാളാണ്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു സീസൺ കഴിഞ്ഞിട്ടും കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമില്ല നമുക്കത്. മാത്രമല്ല സിനിമകളുടെ ഭാഗമായിട്ടും കൂടി കിട്ടുന്നതാണ് കലാഭമണി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷമുണ്ട്. അത് മികച്ച സഹനടിയായിരുന്നു. പുതിയ സിനിമകളിലൊക്കെ അവസരങ്ങൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സിനിമകൾ വരുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സിനിമയുടെ പൂജ കഴിഞ്ഞിരുന്നു, എന്താണ് ആ സിനിമയുടെ ഇത്? അതിൻ്റെ ആഫ്റ്റർ കാര്യങ്ങളൊക്കെ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും അത് ഉടനെ തന്നെ ഉണ്ടാവും. എന്താണ് ഇപ്പം 2 ദിവസമായിട്ട് ഇൻസ്റ്റയിലൊരു പോസ്റ്റുകൾ കണ്ടു, അഖിൽ മാരാറിനെ വിമർശിച്ചും പക്ഷേ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഒന്ന് പറയാൻ പറ്റും? വയനാട് ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം ഭയങ്കര ഞാൻ ലൈഫിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. അപ്പം നമ്മൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എല്ലാം സർക്കാരും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു അഖിൽ അങ്ങനെ ഒരു 2 പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ. ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് അത്രയും വലിയ ഹെൽപ്പ് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അഖിൽ ഇത് ചെയ്യുന്നൊരു അഭിമാനമുണ്ട്. കാരണം പ്രത്യേകിച്ച് എൻ്റെ കൂടെ മത്സരാർത്ഥിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്, സമൂഹത്തിന് ഇൻസ്പിറേഷനാണ് വ്യക്തി. പക്ഷേ അതോടൊപ്പം തന്നെ പുള്ളി സർക്കാർ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുകയും അത്തരത്തിലുള്ള ചോദ്യം ചെയ്താലും പ്രശ്നമില്ല. നമ്മൾ അതിൻ്റെ വിശ്വാസം തകർക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്തും ഈ 20,000, 500,000, 1000 ഒക്കെ ആയിട്ടിടുന്ന വളരെ കുഞ്ഞു പൈസ ആയിട്ടിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പലതുള്ളിയാണ് പെരുവെള്ളം ആകുന്നത്. അപ്പം അഖിൽ 2 പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ 2 പേരിലേ ആ സഹായം എത്തുന്നുള്ളൂ. അത് വലിയ കൂട്ടം ആൾക്കാർക്കിടയിൽ ആ സഹായങ്ങൾ എത്തണമെങ്കിൽ അത് സർക്കാർ സംവിധാനത്തിൽ അത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമുക്കിവിടെ ഈ പറഞ്ഞ കണക്ക് ഇത് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി അതിൽ സംശയം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം, ലോകത്തിൽ പോകാം. അങ്ങനെ വലിയൊരു കേന്ദ്രമുണ്ട്, പ്രതിപക്ഷമുണ്ട്. അപ്പോൾ ഇവിടെ അത്തരം ആളുകൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പം അങ്ങനെ ഒരു മോശം പരാമർശം അല്ലെങ്കിൽ ഒരു പ്രചാരണം വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ ആണ് ഞാനത് ഷെയർ ചെയ്തത്. അതിൽ തിരിച്ചും ഖേദമില്ല എനിക്കിപ്പോഴും അത് പറഞ്ഞതിൽ. അല്ല, അതിനുശേഷം അങ്ങനെ അഖിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നീ എന്തിനാ അങ്ങനെ അഖിലിനെ തള്ളിപ്പറഞ്ഞ് എന്തെങ്കിലും അങ്ങനെയില്ല. നമ്മൾ സംസാരിച്ചു. ഒരു ആരോഗ്യപരമായ ചർച്ച എല്ലാ വിഷയം കഴിഞ്ഞാലും ഞാനും അഖിലൊക്കെ നടത്താറുണ്ട്. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു പിണക്കമല്ല, നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പിണക്കം ഉണ്ടാകാറില്ല. എന്തെങ്കിലും വിമർശനം ഉണ്ടായാലും സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് അറിയാത്ത കാര്യം അഖിൽ പറഞ്ഞു തരാറുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഭാഗത്ത് ഭയങ്കര ന്യായമുണ്ട് എന്ന് വിശ്വസിക്കും. ഞാനിപ്പോൾ ഇന്ന് കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ സർക്കാരിൻ്റെ ഈ പറഞ്ഞ സൈറ്റിലൂടെ പണം നൽകുന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് ജനങ്ങൾക്ക് കിട്ടേണ്ട ആളുകൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അത് കാലം തെളിയിച്ചൊരു വസ്തുത കൂടിയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. പ്രത്യേകിച്ച് ഇത്തരമൊരു അവസ്ഥയിൽ നമ്മൾ രാഷ്ട്രീയം നോക്കരുത്, അല്ലെങ്കിൽ മറ്റ് വ്യത്യാസം നോക്കരുതെന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കാതെ ഒരു ഒറ്റക്കെട്ടായിട്ട് സർക്കാരിൻ്റെ ഈ പറഞ്ഞ കണക്ക് ഈ സംവിധാനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ അഖിൽ അത് പറഞ്ഞതിനെതിരെ അഖിലിനെതിരെ കേസ് വരെ ഇന്നലെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അഖിലിന് അങ്ങനത്തെ ഒരു പരാമർശം വേണ്ടായിരുന്നു എന്ന് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, വീട് വെച്ച് കൊടുക്കുന്ന വലിയ കാര്യമാണ്. അത് അങ്ങനെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷം. ഞാൻ അടക്കമുള്ള ഭയങ്കര അഭിമാനത്തോടു കൂടി കാണുന്ന ആവശ്യത്തെ. പക്ഷേ അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ ഈ വിഷയമാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. പേഴ്സണലി അത് എനിക്കും കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അത് കേട്ടുകൊണ്ടിരുന്ന പലർക്കും ഇപ്പം പൈസ കൊടുത്ത പലർക്കും ആ സംശയം തോന്നിയേക്കാം. അങ്ങനെ തോന്നാത്ത പക്ഷം അത് സംസാരിക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സ്റ്റോറി കണ്ടവർക്ക് അറിയായിരിക്കും. അത് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ തൻ്റെ അവിടെ വിശ്വാസം ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരാമായിരുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അങ്ങനത്തെ ഒരു പരാമർശം വേണ്ടായിരുന്നു മാത്രം പറഞ്ഞു. ഇതിപ്പോൾ അങ്ങനെ ശരിക്കും ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇനി കമൻറ്റ് വരുന്നത് വെച്ചാൽ നാദർ എന്ത് ചെയ്തു എന്നൊരു കമൻറ്റ് കൂടി ഇനി വരും. അപ്പോൾ നാദർ ഇപ്പോൾ അഖിൽ 2 വീടെങ്കിലും കൊടുത്തു, നാദർ എന്ത് കൊടുത്തു, അല്ലെങ്കിൽ നാദറിൻ്റെ സംഘടന എന്ത് കൊടുത്തു, ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇനി കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം നാദറെ നിങ്ങളുടെ സംഘടിതമായൊക്കെ ഒരു പരിപാടിയൊക്കെ സംഘടനയുണ്ട് ഇവിടെ എറണാകുളത്ത്. അപ്പം ദിശയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു നമ്മളിപ്പം സഹായം ഇന്ന സമയത്ത് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ സാമ്പത്തികമായിട്ടൊരു സഹായം അവിടെ അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അവിടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സഹായം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം
അത്തരത്തിലുള്ള സഹായങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും എന്നാൽ കഴിയുന്ന ഞാൻ ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളല്ലെങ്കിൽ പോലും എന്നാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. എന്തായാലും ട്രിവാൻഡ്രം എറണാകുളമായിട്ടൊക്കെ തന്നെ പല ക്യാമ്പുകളുടെ ഭാഗമായിട്ട് സാധനം എത്തിച്ചു കൊടുക്കാൻ നിലവിൽ സാധിച്ചു. നമ്മളതൊന്ന് റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അത് ഓരോരുത്തർ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ തുടരും. അപ്പോൾ എന്തായാലും ആഫ്റ്റർ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ്, വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ എന്നാൽ കഴിയുന്ന സഹായം എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ വയനാട് ഇത് നടന്ന ഈ ഉരുൾപൊട്ടലൊക്കെ നടന്ന പ്രദേശങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനൊരു കേട്ടിട്ടില്ല. നമുക്ക് പലരുടെയും അറിയില്ലല്ലോ, ഐഡന്റിറ്റികൾ പലതും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുവരെ പരിചയമുള്ള ആളുകളിൽ 2 പേര് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ പറയുന്നു, പരിചയമുള്ള വളരെ സ്നേഹം ഉണ്ടായിരുന്ന 2 പേര്, ഭയങ്കര ഫാനാന്ന് പറഞ്ഞ 2 പേര് ഇതിനകത്ത് പെട്ടുപോയിന്ന്. അത് ഭയങ്കര സങ്കടമുണ്ട് അത് പറയുന്നതിൽ. അത് എന്നെ വിളിച്ച് പറഞ്ഞതും അവിടുത്തെ ഒരു കുട്ടിയാണെന്നുള്ളതാണ്. അല്ല ഇപ്പം അവർ ഈ റീബിൽഡ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ റീബിൽഡ് വയനാട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അതിന് ഇപ്പം ദുരിതാശ്വാസ നിധി ആയാലും അതിന് ശേഷമുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് വെച്ചെടുക്കാനൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പഠന ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ എന്നാണല്ലോ നിങ്ങളുടെ വെച്ചുകൊടുക്കാൻ. ഇപ്പം പലരും ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് സ്കൂൾ ഇഷ്യൂ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ബ്രേക്ക് ആയപ്പോൾ ആളുകളുണ്ട്. ഇനിയിപ്പം തൊഴിലിൽ ഇപ്പം ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ചേട്ടനൊക്കെ ആ കഥയൊക്കെ കേട്ടോ, അപ്പോൾ പുള്ളി ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം കുട്ടികളുടെ മനസ്സിലുണ്ട്. ഇപ്പം അവരുടെ ബാഗും പുസ്തകം നഷ്ടപ്പെട്ട് അവർ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെടുക, അവർക്ക് പിന്നെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ നഷ്ടപ്പെടുത്തലൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇനി എന്ത് ചെയ്യുന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഒരു സംഘടനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടെന്നായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആലോചിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് തുടക്കം മുതൽ ആലോചിക്കുന്ന കാര്യമാണ്. അത് പറയേണ്ട ഒരു സമയം ആയിട്ടില്ല എന്നുള്ളത്. കാരണം ഇപ്പം അടിസ്ഥാനമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ വേണ്ടത്. ആ അടിസ്ഥാന ആവശ്യങ്ങളോടൊപ്പം തന്നെ ഭാവിയിൽ ഉറപ്പായിട്ട് ഉടനെ തന്നെ അത് അറിയിക്കും. എനിക്ക് തോന്നുന്നു എല്ലാം പറയണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.